ഇന്ത്യൻ നിരത്തുകളിലെ രാജാവാണ് അശോക് ലെയ്ലാൻഡ്. കൂറ്റൻ ലോറികൾ, ബസ്സുകൾ, സൈനിക വാഹനങ്ങൾ. അശോക് ലെയ്ലാൻഡ് ഇല്ലാത്ത ഒരു ഇന്ത്യൻ റോഡ് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ 2000 ആണ്ടിന്റെ തുടക്കത്തിൽ ഈ ഭീമൻ കമ്പനി ഒരു വലിയ തകർച്ചയുടെ വക്കിലായിരുന്നു എന്ന് എത്ര പേർക്കറിയാം. ഇനി ഈ കമ്പനി രക്ഷപ്പെടുമോ എന്ന് പലരും സംശയിച്ച കാലം. കടം, വിൽക്കപ്പെടാത്ത വാഹനങ്ങൾ, നഷ്ടം. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന അശോക് ലെയ്ലാൻഡിലേക്കുള്ള അവരുടെ യാത്ര. ഇതൊരു സാധാരണ ബിസിനസ് കഥയല്ല. കൃത്യമായ സ്ട്രാറ്റജി, ധീരമായ തീരുമാനങ്ങൾ, പ്രൊജക്ട് ഓസ്കാർസ് പോലുള്ള ശാസ്ത്രീയമായ നീക്കങ്ങൾ എന്നിവ കൊണ്ട് ഒരു കമ്പനി എങ്ങനെ മരണമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നതിന്റെ വിശദമായ അന്വേഷണമാണ് ഇവിടെ നൽകുന്നത്. 1997 മുതൽ 2000 വരെയുള്ള കാലം ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് ഡാർക്ക് പീരീഡ് ആയിരുന്നു. സാമ്പത്തിക മാന്ദ്യം വിപണിയെ വരിഞ്ഞുമുറുക്കി. അന്നത്തെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ പ്രധാനമായും സിമന്റ്, സ്റ്റീൽ തുടങ്ങിയ വ്യവസായങ്ങളെ ആശ്രയിച്ചായിരുന്നു. മാന്ദ്യം വന്നതോടെ കെട്ടിട നിർമ്മാണവും വ്യവസായങ്ങളും സ്തംഭിച്ചു. സ്വാഭാവികമായും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ലോറികളുടെ ആവശ്യം കുത്തനെ കുറഞ്ഞു. അശോക് ലെയ്ലാൻഡിനെ ഇത് സാരമായി ബാധിച്ചു. വെറും ലാഭം കുറയുകയായിരുന്നില്ല, കമ്പനിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. 1997-98 കാലഘട്ടം അശോക് ലെയ്ലാൻഡിന്റെ ലാഭം കുത്തനെ ഇടിഞ്ഞു. അതുവരെ വമ്പൻ ലാഭം ഉണ്ടാക്കിയിരുന്ന കമ്പനി പെട്ടെന്ന് കിതയ്ക്കാൻ തുടങ്ങി. 1998-99 ചരിത്രത്തിലാദ്യമായി കമ്പനി നഷ്ടത്തിലേക്ക് വീണു. ഏകദേശം 12 കോടി രൂപയുടെ ഓപ്പറേറ്റിംഗ് ലോസ് അവർ രേഖപ്പെടുത്തി. ഇതിനു മുൻപുള്ള വർഷം അവർക്ക് വലിയ ലാഭമായിരുന്നു ഉണ്ടായിരുന്നത്. ഒറ്റ വർഷം കൊണ്ട് കണക്കുകൾ തലകീഴായി മറിഞ്ഞു. ഫാക്ടറിയിൽ ഉണ്ടാക്കിയ വണ്ടികൾ വാങ്ങാൻ ആളില്ലാതെ കെട്ടിക്കിടന്നു. സാധാരണ 3 ആഴ്ചത്തെ സ്റ്റോക്കാണ് കമ്പനികൾ സൂക്ഷിക്കാറുള്ളത്. എന്നാൽ 1998 ഇത് 3 മാസത്തേക്ക് വരെ നീണ്ടു. കോടിക്കണക്കിന് രൂപയുടെ വണ്ടികൾ വെയിലും മഴയും കൊണ്ട് യാർഡുകളിൽ കിടന്നു. കടം പെരുകി. ബാങ്കുകളിൽ നിന്നുള്ള ലോണിന്റെ പലിശ അടയ്ക്കാൻ പോലും കമ്പനി കഷ്ടപ്പെട്ടു. ബാങ്ക്രപ്സി എന്ന വാക്ക് വിപണിയിൽ കേട്ടു തുടങ്ങി. എതിരാളികളായ ടാറ്റ പോലും വലിയ പ്രതിസന്ധിയിലായിരുന്നുവെങ്കിലും അശോക് ലെയ്ലാൻഡിന്റെ തകർച്ച കൂടുതൽ വേഗത്തിലായിരുന്നു. ഈ സമയത്താണ് ഹിന്ദുജ ഗ്രൂപ്പ് തങ്ങളുടെ പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുന്നത്. 1987 അശോക് ലെയ്ലാൻഡിനെ ഏറ്റെടുത്ത ഹിന്ദുജ സഹോദരങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിൽ കമ്പനിയെ ഉപേക്ഷിച്ചില്ല. പകരം അവർ മാനേജ്മെന്റിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അന്നത്തെ മാനേജിംഗ് ഡയറക്ടർ ആർ ശേഷസായി ഒരു റെസ്ക്യൂ മിഷൻ ആരംഭിച്ചു. വെറുതെ ചിലവ് ചുരുക്കുക എന്നതിലുപരി കമ്പനിയെ അടിമുടി മാറ്റാനാണ് അവർ തീരുമാനിച്ചത്. പ്രശ്നം പുറത്തല്ല, കമ്പനിയുടെ ഉള്ളിലാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവർ മുന്നോട്ട് വെച്ച പ്രധാന ലക്ഷ്യം ഇതായിരുന്നു: ക്യാഷ് ഈസ് കിങ്. പണം ലാഭിക്കുക, പണം ഉണ്ടാക്കുക. ഓരോ രൂപയും ചിലവാക്കുമ്പോൾ അത് അത്യാവശ്യമാണോ എന്ന് 100 വട്ടം ചിന്തിക്കാൻ തുടങ്ങി. അശോക് ലെയ്ലാൻഡിന്റെ തിരിച്ചുവരവിന്റെ ഏറ്റവും വലിയ രഹസ്യം പ്രൊജക്ട് ഓസ്കാർസ് എന്ന പദ്ധതിയായിരുന്നു. ഓസ്കാർസ് എന്നാൽ ഒപ്റ്റിമൈസിംഗ് സപ്ലൈ ചെയിൻ ആൻഡ് രാഷണലൈസിംഗ് സോഴ്സിംഗ്. ഇതൊരു സാധാരണ കോസ്റ്റ് കട്ടിംഗ് ആയിരുന്നില്ല, വളരെ ശാസ്ത്രീയമായ ഒരു സമീപനമായിരുന്നു. 2000ന്റെ തുടക്കത്തിൽ ഇന്റർനെറ്റ് അത്ര വ്യാപകമല്ലാത്ത കാലത്ത് അശോക് ലെയ്ലാൻഡ് റിവേഴ്സ് ഓപ്ഷൻ എന്ന വിദ്യ പരീക്ഷിച്ചു. സാധാരണ ലേലത്തിൽ വില കൂടിക്കൂടി വരും. എന്നാൽ ഇവിടെ അശോക് ലെയ്ലാൻഡ് പറയും, ഞങ്ങൾക്ക് 1000 ടയറുകൾ വേണം. വെണ്ടർമാർ ഏറ്റവും കുറഞ്ഞ വില വാഗ്ദാനം ചെയ്യാൻ മത്സരിക്കും. ഉദാഹരണത്തിന് ചെക്കോസ്ലോവാക്യയിൽ നിന്നുള്ള ടയറുകൾ വാങ്ങാൻ അവർ ഈ രീതി ഉപയോഗിച്ചു. വെറും 1 മണിക്കൂർ കൊണ്ട് വിലയിൽ വൻ കുറവുണ്ടായി. ഒരു സെറ്റ് ടയറിന് ഏകദേശം 14,000 രൂപയോളം ലാഭിക്കാൻ കമ്പനിക്ക് കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വില കുറയ്ക്കാൻ ഇത് വലിയ രീതിയിൽ സഹായിച്ചു. ഒരു ലോറി ഉണ്ടാക്കാൻ ആയിരക്കണക്കിന് പാർട്സുകൾ വേണം. അന്ന് അശോക് ലെയ്ലാൻഡിന് 1400-ലധികം പാർട്സ് സപ്ലൈസ് ഉണ്ടായിരുന്നു. ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. സപ്ലയർമാരുടെ എണ്ണം 1400-ൽ നിന്ന് 750-ലേക്ക് കുറച്ചു. ചെറിയ ചെറിയ സാധനങ്ങൾ, ഉദാഹരണത്തിന് നട്ടും ബോൾട്ടും നേരിട്ട് വാങ്ങാതെ പ്രധാനപ്പെട്ട വെണ്ടർമാർ വഴി വാങ്ങാൻ തുടങ്ങി. ഇത് കമ്പനിയുടെ ജോലിഭാരം കുറച്ചു. പണ്ട് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ വണ്ടികൾ നിർമ്മിച്ച് കൂട്ടുമായിരുന്നു. ഇതിനെ പുഷ് സിസ്റ്റം എന്ന് വിളിക്കും. ഇത് മാറ്റി പുൾ സിസ്റ്റം കൊണ്ടുവന്നു. അതായത് ഓർഡർ കിട്ടിയാൽ മാത്രം നിർമ്മാണം. ജസ്റ്റ് ഇൻ ടൈമിലൂടെ ഫാക്ടറിയിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങളുടെ അളവ് കുറഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റൽ ലാഭിക്കാൻ ഇത് സഹായിച്ചു. ഇൻവെന്ററി സൂക്ഷിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം 3 ആഴ്ചയിൽ നിന്ന് വെറും 7 ദിവസത്തിലേക്ക് കുറഞ്ഞു. ഇത് കോടിക്കണക്കിന് രൂപയുടെ പലിശ ലാഭിച്ചു. തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തു. ചിലവ് കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് മാനേജർമാർ മാത്രമല്ല, സാധാരണ തൊഴിലാളികളും ചിന്തിച്ചു. ഓരോരുത്തരും ചെറിയ ചെറിയ ഐഡിയകൾ നൽകി. ഇത് കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ സഹായിച്ചു. എന്നാൽ അവരെ പിരിച്ചുവിടുന്നതിന് പകരം വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം VRS വഴി മാന്യമായ തുക നൽകി സ്വയം വിരമിക്കാൻ അവസരം നൽകി. 2000-ൽ ഏകദേശം 1000-ലധികം ജീവനക്കാർ ഈ പദ്ധതി വഴി മാന്യമായി പിരിഞ്ഞുപോയി. തൊഴിൽ സമരങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ ഇത് നടപ്പിലാക്കി എന്നത് മാനേജ്മെന്റിന്റെ വലിയ വിജയമായിരുന്നു. ഇത് കമ്പനിയുടെ ശമ്പള ചിലവ് കുറച്ചു. അശോക് ലെയ്ലാൻഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുത്തത് 2006-ലാണ്. അതുവരെ ഇറ്റാലിയൻ കമ്പനിയായ ഇവിക്കോ അശോക് ലെയ്ലാൻഡിന്റെ പങ്കാളിയായിരുന്നു. സാങ്കേതിക വിദ്യ നൽകിയിരുന്നത് ഇവിക്കോ ആയിരുന്നു. എന്നാൽ സ്വന്തമായി വളരാൻ ഈ കൂട്ടുകെട്ട് തടസ്സമാണെന്ന് ഹിന്ദുജ ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞു. 2006-ൽ ഹിന്ദുജ ഗ്രൂപ്പ് ഇവിക്കോയുടെ കൈവശമുണ്ടായിരുന്ന ഓഹരികൾ മുഴുവനായി വാങ്ങി. ഇതിനായി ഏകദേശം 700 കോടിയോളം രൂപ ചിലവഴിച്ചു. ഇതോടെ അശോക് ലെയ്ലാൻഡ് പൂർണ്ണമായും സ്വതന്ത്രമായി.
സ്വന്തമായി എഞ്ചിനുകൾ നിർമ്മിക്കാനും വിദേശത്തേക്ക് വണ്ടികൾ കയറ്റുമതി ചെയ്യാനും അവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇത് അവരുടെ വളർച്ചയുടെ വേഗത കൂട്ടി. സ്വന്തമായി ഒരു ടെക്നോളജി സെന്റർ തുടങ്ങി അവർ ഗവേഷണം ആരംഭിച്ചു. ഈ കഥയിലെ ഏറ്റവും രസകരമായ ഭാഗം 2006 നടന്ന ചെക്ക് റിപ്പബ്ലിക് കമ്പനിയായ അവിയയുടെ ഏറ്റെടുക്കലാണ്. യൂറോപ്പിൽ സാന്നിധ്യം അറിയിക്കാൻ ഏകദേശം 160 കോടി രൂപ മുടക്കി അശോക് ലേലാൻഡ് ഈ ട്രക്ക് കമ്പനിയെ വാങ്ങി. എന്നാൽ 2008 ആഗോള മാന്ദ്യം വന്നതോടെ യൂറോപ്പിലെ മാർക്കറ്റ് ഇടിഞ്ഞു. അവിയ നഷ്ടത്തിലായി. ഒടുവിൽ 2015 വെറും $11 മില്യൺ അവർ ഈ കമ്പനിയെ വിറ്റു. നോക്കുമ്പോൾ ഇതൊരു വലിയ നഷ്ടക്കച്ചവടമായി തോന്നാം. എന്നാൽ സത്യം അതല്ല. ഈ ഇടപാടിലൂടെ അശോക് ലേലാൻഡ് നേടിയത് ക്യാബിൻ ടെക്നോളജിയാണ്. ഇന്ന് ഇന്ത്യൻ റോഡുകളിൽ കാണുന്ന അശോക് ലേലാൻഡിന്റെ പ്രശസ്തമായ ബോസ് സീരീസ് ട്രക്കുകളുടെ ക്യാബിൻ ഡിസൈൻ ചെയ്തത് അവിയയിൽ നിന്നാണ്. സ്വന്തമായി ഇത്തരമൊരു ഡിസൈൻ ഉണ്ടാക്കാൻ ഇതിലും കൂടുതൽ പണവും സമയവും ചിലവായേനെ. അതുകൊണ്ട് കണക്കുകളിൽ നഷ്ടമാണെങ്കിലും സാങ്കേതികമായി ഇതൊരു വിജയമായിരുന്നു. 2000 പാഠങ്ങൾ അവർ മറന്നില്ല. എന്നാൽ 2013 വീണ്ടും ഒരു മാന്ദ്യം വന്നു. കമ്പനിയുടെ കടം 6000 കോടി രൂപ കടന്നിരുന്നു. വണ്ടികളുടെ വിൽപ്പന പകുതിയായി കുറഞ്ഞു. ഈ സമയത്താണ് വിനോദ് ദാസരി എന്ന CEO മിഷൻ K54 എന്ന പദ്ധതി കൊണ്ടുവന്നത്. എന്താണ് K54? സാധാരണഗതിയിൽ കമ്പനി ലാഭത്തിലാകാൻ വർഷത്തിൽ 65,000 വണ്ടികൾ വിൽക്കണം. എന്നാൽ വിപണി മോശമായതുകൊണ്ട് അത്രയും വിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചിലവുകൾ വെട്ടിച്ചുരുക്കി വെറും 54,000 വണ്ടികൾ വിറ്റാൽ പോലും ലാഭം കിട്ടുന്ന രീതിയിൽ കമ്പനിയെ മാറ്റിയെടുത്തു. എക്സിക്യൂട്ടീവ് ശമ്പളത്തിൽ 5% കുറവ് വരുത്തി. ലാഭകരമല്ലാത്ത മറ്റു ബിസിനസ്സുകൾ, ഉദാഹരണത്തിന് ഡിഫൻസ് ടെസ്റ്റിംഗ്, വിൻഡ് എനർജി തുടങ്ങിയവ വിറ്റു. ചെന്നൈയിലെയും മറ്റും ഉപയോഗിക്കാതെ കിടന്ന ഭൂമി വിറ്റു. ഇതിലൂടെ 2014 തന്നെ കടം പകുതിയായി കുറയ്ക്കാൻ അവർക്ക് സാധിച്ചു. 2010 ഉത്തരാഖണ്ഡിലെ പന്ത് നഗറിൽ അശോക് ലേലാൻഡ് ഒരു കൂറ്റൻ ഫാക്ടറി തുറന്നു. തമിഴ്നാട് വിട്ട് എന്തിന് ഉത്തരാഖണ്ഡിൽ പോയി? ഉത്തരം ലളിതമാണ്: നികുതി ഇളവ്. അവിടെ ഫാക്ടറി തുടങ്ങിയാൽ ആദ്യത്തെ 10 വർഷം നികുതി കൊടുക്കേണ്ട. ഓരോ വണ്ടി വിൽക്കുമ്പോഴും ഏകദേശം 40,000 മുതൽ 50,000 വരെ നികുതി ലാഭിക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. ഇത് അവരുടെ ലാഭം കുത്തനെ കൂട്ടി. മാത്രമല്ല, അവിടെയുള്ള പ്രദേശവാസികൾക്ക് പരിശീലനം നൽകി കുറഞ്ഞ ചെലവിൽ മികച്ച തൊഴിലാളികളെ അവർ വാർത്തെടുത്തു. കണക്കുകൾ സംസാരിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ വെറുതെയായില്ല. 2000 ശേഷം കണ്ടത് അശോക് ലേലാൻഡിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. 1999 12 കോടി നഷ്ടത്തിലായിരുന്ന കമ്പനി 2000-2001 സാമ്പത്തിക വർഷത്തിൽ 53 കോടി രൂപ ലാഭം നേടി തിരിച്ചു വന്നു. പിന്നീട് ഓരോ വർഷവും ഇത് കൂടിക്കൊണ്ടിരുന്നു. ബസ് ട്രക്ക് വിപണിയിൽ അവർ നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചു പിടിച്ചു. ഏകദേശം 30% വിപണി വിഹിതം അവർ ഉറപ്പിച്ചു. വലിയ ലോറികൾ മാത്രമല്ല, ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് പോലുള്ള ചെറിയ വണ്ടികൾക്കും വിപണിയുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ജപ്പാനിലെ നിസാനുമായി ചേർന്ന് അവർ ദോസ്ത് എന്ന ചെറിയ വണ്ടി ഇറക്കി. ഇത് വിപണിയിൽ വൻ ഹിറ്റായി. അശോക് ലേലാൻഡിന്റെ കഥ വെറും ഒരു ബിസിനസ് വിജയകഥയല്ല. അത് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഒരു പാഠപുസ്തകമാണ്. 2000 അവർ തകർന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 2013 അവർ ഭയന്നിരുന്നെങ്കിൽ, ഇന്ന് ഇന്ത്യൻ നിരത്തുകൾ മറ്റൊന്നായേനെ. ഇന്ന് അശോക് ലേലാൻഡ് ഇന്ത്യക്ക് പുറമെ 50-ലധികം രാജ്യങ്ങളിൽ വണ്ടികൾ വിൽക്കുന്നു. ഹിന്ദുജ ഗ്രൂപ്പിന്റെ കൃത്യമായ പ്ലാനിങ്ങും ശേഷസായി പോലെയുള്ളവരുടെ ദീർഘവീക്ഷണവും വിനോദ് ദാസരിയുടെ കണിശതയും കൊണ്ട് പാപ്പരാകും എന്ന് വിധി എഴുതിയ കമ്പനി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് ട്രക്ക് നിർമ്മാതാക്കളിൽ ഒന്നായി തല ഉയർത്തി നിൽക്കുന്നു.